മകരസംക്രമസന്ധ്യയിൽ ഭക്തജന ലക്ഷങ്ങളുടെ മനം നിറച്ച് പൊന്നമ്പലമേട്ടിൽ ദർശന സുഹൃതമായി മകരവിളക്ക്. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടത്തിയ ശുഭമുഹൂർത്തത്തിലായിരുന്നു മകരവിളക്ക് ദർശനം. വ്യൂ പോയിന്റുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശരണം വിളികളാൽ മുഖരിതമായ സായം സന്ധ്യ. തിരുവാഭരണം ചാർത്തിയ അയ്യനെയും പൊന്നമ്പലമേട്ടിലെ മകരവിളക്കും കാണാൻ തീർത്ഥാടകർ തൊഴുകൈകളോടെ കണ്ണിമ ചിമ്മാതെ കാത്തുനിന്നത് മണിക്കൂറുകൾ. 6:30 തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന. 6:43 പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക്. പ്രാർത്ഥനാ നിർഭരമായ കൂപ്പുകൈകളുമായി നിന്ന ഭക്തർക്ക് 6:44 2 തവണ കൂടി മകരവിളക്ക് ദർശന പുണ്യം. പന്തളത്തു നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ശരംകുത്തിയിൽ ദേവസ്വം പ്രതിനിധികളും കൊടിമരച്ചുവട്ടിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, തമിഴ്നാട് ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പ് മന്ത്രി PK ശേഖർ ബാബു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ ചേർന്നും സ്വീകരണം നൽകി. മേഘാവൃതമായ അന്തരീക്ഷത്തിൽ ചാറ്റൽ മഴയുടെ അകമ്പടിയോടെയായിരുന്നു ഇത്തവണത്തെ മകരവിളക്ക് ദർശനം. എങ്കിലും സന്തോഷത്തോടെ തീർത്ഥാടകർ മലയിറങ്ങുകയാണ്. അടുത്ത വർഷം വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ. ഈ മാസം 17 വരെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടു ദർശിക്കാനുള്ള അവസരം തീർത്ഥാടകർക്കുണ്ടാകും. ടീം 24 സന്നിധാനം.